ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കുറുമയാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു മുട്ടക്കുറുമയാണ് കേട്ടത്. ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട, അതുപോലെ തന്നെ നൂലപ്പം ഇതിനൊക്കെ ഒപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കുറുമയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു ഉണ്ട വെളുത്തുള്ളി നല്ലപോലെ ചതച്ചത്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ 2 മീഡിയം സൈസ് സവാള ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ തക്കാളി, 15ഓളം അണ്ടിപ്പരിപ്പ് നല്ല തിളച്ച വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ 5 മുട്ട. ഇതൊക്കെയാണ് ഞാൻ ഈ മുട്ടക്കുറുമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നാളികേരപ്പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 1 കപ്പ് നാളികേരം ചെരുകിയതിൻ്റെ പാലാണ് കേട്ടോ. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നുമില്ല, രണ്ടും കൂടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള പാലാണ്. കൂടുതൽ പാൽ അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടില്ല, ഉള്ളത് ഇച്ചിരി കട്ടിപ്പാലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള 15ഓളം അണ്ടിപ്പരിപ്പല്ലേ, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ മുട്ടക്കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുക്കറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതേ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ഗ്രാമ്പു, 2 ഏലക്കായ, അതുപോലെ തന്നെ ഒരു കറുവപ്പട്ട, ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇതിനൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, തക്കാളി എല്ലാതും നമുക്ക് ഒന്നൊന്നായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വെന്ത് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ കുതിർക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട്, ആ വെള്ളത്തിൻ്റെ ഒപ്പം പ്ലസ് 1.5 ടേബിൾ സ്പൂൺ വെള്ളം എക്സ്ട്രാ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടാണ് നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളത്തിൽ അരയ്ക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ തരിതരിയായി കിടക്കും. അങ്ങനെ കിടക്കാൻ പാടില്ല. കണ്ടില്ല, ഇതുപോലെ പാല് പോലെ കിടണം. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്ത് അങ്ങനെ അരച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, പാല് പോലെ കിട്ടും. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ അണ്ടിപ്പരിപ്പൊക്കെ ഒഴിക്കുമ്പോഴേ നമ്മുടെ കറിക്കൊരു ക്രീമി ടേസ്റ്റാണ് കിട്ടുക. അണ്ടിപ്പരിപ്പ് അരച്ചത് ഒഴിച്ചതിന് ശേഷം കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. പിഴിഞ്ഞെടുത്തിട്ടുള്ള നാളികേരപ്പാൽ 1.5 കപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല, ഒറ്റൊരു പാലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതും കുറേ വെള്ളത്തിൽ അരച്ചെടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് വെള്ളത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റില്ലെന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടിത് വീണ്ടും ഇളക്കി കൊടുക്കാം. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്ത് നിൽക്കണം കേട്ടോ. കാരണം വെച്ചാൽ പാല് പിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ആ ഭംഗി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നല്ല പോലെ ഇതുപോലെ ഇളക്കി നിൽക്കാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നാളികേരപ്പാൽ നല്ല പോലെ ചൂടായി വന്നാൽ മതി, തിളപ്പിക്കരുത്. നാളികേരപ്പാൽ നല്ല പോലെ ചൂടായി വരുമ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയും ചെറിയൊരു തിള കാണില്ല. ആ ടൈമിൽ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറി വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
അപ്പം നമ്മുടെ കറി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി നമ്മുടെ കറിയിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 10 ചുവന്നുള്ളി, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. അതുവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 10 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ അണ്ടിപ്പരിപ്പും ഒന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് കണ്ടിന്യൂസ്ലി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ദേ അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതേ കാച്ചിയതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കറി നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് ഞാൻ മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ടൈമിലാണ് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് വേണ്ട, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്ന സമയത്ത് മതി എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ചേർത്ത് കൊടുത്തോ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടൈമിൽ ഇട്ട് കൊടുത്തു എന്ന് മാത്രം. അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളയപ്പം, നൂലപ്പം, പൊറോട്ട, ചപ്പാത്തി, അതുപോലെ തന്നെ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.